എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇവിടെ നമുക്ക് ആദ്യം മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളിൽ നിന്ന് തുടങ്ങാം ഈ ചർച്ച. അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഇത് ഏതെങ്കിലും തരത്തിലൊരു സർക്കാർ വിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന പ്രചാരണം ലെവലേശം പോലും ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. സർക്കാരിൻ്റെ ജനപിന്തുണയും അംഗീകാരവും കൂടുതൽ ദൃഢമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം, അല്ലെങ്കിൽ ചേലക്കരയിലെ വിജയം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിന്, വരുംകാല രാഷ്ട്രീയത്തിന് ദിശാബോധം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ്. പക്ഷേ ചേലക്കരയിലെ ലഭിച്ച വോട്ടുകൾ, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ ഒരു താരതമ്യം നടത്തിക്കഴിഞ്ഞാൽ 38,735 നിന്ന് 12,021 താണുപോയിരിക്കുന്നു. പക്ഷെ എന്നിട്ടും അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് പരിഗണിക്കേണ്ടതല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എന്ന് CPIM കാണുന്നത് എന്തുകൊണ്ടാണ്? 3 തെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ നടന്നത്. 3 തെരഞ്ഞെടുപ്പുകൾക്കും 3 വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. അതിലൊന്ന് വയനാടാണ്. വയനാട് രാഷ്ട്രീയമായൊരു തെരഞ്ഞെടുപ്പ് നടന്നോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ലോകസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പുണ്ടായത്. ഒരാവർത്തന വിരസത ഇവിടെയുണ്ട്. UDF-ന് മേൽക്കൈയുള്ള ഒരു മണ്ഡലത്തിനകത്ത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തെ ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ വന്നു. സ്വാഭാവികമായും ഒരു വിജയപ്രതീക്ഷ അവർക്ക് മേൽക്കൈയുള്ളൊരു മണ്ഡലത്തിനകത്ത് വയനാട് തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക ചില കാരണങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ നിലയിൽ ധ്രുവീകരിക്കപ്പെട്ട ഒരു വോട്ട് അവിടെ ഉപയോഗിക്കപ്പെട്ടു എന്നതിനാൽ തന്നെ വയനാടിൻ്റെ ഫലം കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുവായ ചിത്രം നൽകുന്നില്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. രണ്ടാമത് കണ്ടത് പാലക്കാടാണ്. പാലക്കാട് കേരള രാഷ്ട്രീയത്തിലെ പ്രബല മുന്നണികളായ LDF-ഉം UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരുന്നില്ല. അവിടെ BJP 2ാം സ്ഥാനത്തെത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് 2016-ലും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ചത്. അവിടെ UDF ഒരു കുറുക്കൻ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. കാരണം പാലക്കാട് നഗരസഭയിൽ മേൽക്കൈ BJP-ക്കുണ്ട് എന്നുകൊണ്ട് തൊട്ടടുത്ത 3 പഞ്ചായത്തുകളിലും UDF-ന് ഒരു പഞ്ചായത്തിൽ മേൽക്കൈയുണ്ട്, 2 പഞ്ചായത്തിൽ LDF-നാണ് മേൽക്കൈ. പക്ഷേ BJP ജയിക്കാനിടയുണ്ട് എന്ന ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് UDF അവരുടെ വോട്ട് നില സംരക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നില നോക്കിയാൽ 2016-ലെ അതേ സ്വാധീനം അതിനേക്കാൾ അല്പം വർദ്ധിപ്പിച്ച് ഇന്ന് ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് പോയ തെരഞ്ഞെടുപ്പാണ് പാലക്കാട്ടെ സംബന്ധിച്ച് ഞങ്ങളുടെ അനുഭവം. BJP പിന്നോക്കം നിൽക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ LDF-ഉം UDF-ഉം തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ മണ്ഡലം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ചേലക്കരയാണ്. ചേലക്കരയിലെ 2 സ്ഥാനാർത്ഥികൾ, ആ 2 സ്ഥാനാർത്ഥികളും ചേലക്കരയിൽ തന്നെ മത്സരിച്ച അനുഭവങ്ങളുണ്ട്. അതിൽ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മേൽക്കൈയുള്ള UDF, അതിൻ്റെ ഭാഗമായി UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമ്യ ഹരിദാസ്. 6 മാസം മുമ്പ് രമ്യ ഹരിദാസ് മത്സരിക്കുമ്പോൾ അവർക്കവിടെ ഏതാണ്ട് 55,000-ലേറെ വോട്ട് കിട്ടി. പക്ഷേ 6 മാസക്കാലം കഴിയുമ്പോൾ അതേ സ്ഥാനാർത്ഥിക്ക് ചേലക്കര ജനങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുകയല്ല ചെയ്തത്, വോട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. എന്തിനാണ് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയത്? രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കാൻ കാരണം ലോകസഭയിലേക്ക് പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ഒരു സഹതാപം ഉണ്ടാക്കാൻ കഴിയും. ആ സഹതാപത്തിൻ്റെ ഭാഗമായി മാത്രമല്ല, പ്രതിപക്ഷം പറഞ്ഞതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരം 8.25 കൊല്ലമായി കഴിയുമ്പോൾ സ്വാഭാവികമായും ചില പരിഭവങ്ങളൊക്കെ ജനങ്ങൾക്ക് വരും. ഞങ്ങളൊക്കെ ഏറ്റവും മികവാർന്ന ഭരണം കേരള സർക്കാർ നടത്തിയെന്ന് പറഞ്ഞാലും മാധ്യമങ്ങളുടെ ദുഷ്പ്രചരണം കൊണ്ടും ജനങ്ങൾക്കിടയിൽ മുൻവിധികളുള്ളത് കൊണ്ടും പരിഭവങ്ങളുള്ളത് കൊണ്ടും വോട്ട് കുറയാം. ഇപ്പോൾ ജയിച്ചിട്ടുള്ള സഖാവ് UR പ്രദീപിൻ്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം അവിടുന്ന് മുമ്പ് MLA ആയിരുന്നു 2016-ൽ. 2016-ൽ അദ്ദേഹം MLA ആയ കാലത്ത് ലഭിച്ചതിനേക്കാൾ വോട്ടും അതുപോലെ തന്നെ ഭൂരിപക്ഷവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ UDF-ൻ്റെ സ്ഥാനാർത്ഥി 6 മാസം മുമ്പുണ്ടായ വോട്ടിലും കുറവ് വന്നു, ഭൂരിപക്ഷത്തിലും കുറവ് വന്നു. ഇത് കാണിക്കുന്നത് എന്താണ്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ രാഷ്ട്രീയമായി ഏറ്റുമുട്ടുകയും ഭരണവിരുദ്ധ വികാരമാണ് എന്ന് UDF അടിവരയിടുകയും ചെയ്ത ലക്ഷണമൊത്ത ഒരു ഭരണത്തെ വിലയിരുത്തിയ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്താണ്? ഞങ്ങൾക്കുള്ള അഭിമാനം എന്താണ്? പാലക്കാട് ഞങ്ങൾ 3ാം സ്ഥാനത്ത് പോയി. പക്ഷേ ഞങ്ങൾക്കുള്ള അഭിമാനം കേരള രാഷ്ട്രീയത്തിലെ ഒരു വർഗീയ ശക്തിയോടും സന്ധിയില്ലാത്തവർ, ഒരു വർഗീയ ശക്തിക്കും തലകുനിക്കാത്തവർ,
അത് ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, SDP ആവട്ടെ, ഇപ്പുറത്ത് RSSും BJP ആവട്ടെ, ഇല്ലെങ്കിൽ മുനമ്പം വിഷയത്തിനടക്കം BJPക്ക് സഹായകരമായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മത സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് RSSന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടരാവട്ടെ, ഇവരോടെല്ലാം വിയോജിച്ചുകൊണ്ട് മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്നിട്ടാണ് ഈ വർഗീയവാദികൾ അവരുടെ പേര് പറഞ്ഞോട്ട് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചാണ് ഞങ്ങൾ ഈ വിജയം നേടിയതെന്നുകൊണ്ട് തന്നെ അനിൽകുമാർ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച് ഞാൻ പെട്ടെന്ന് ലിജുവിലേക്ക് ഒന്ന് പോകാം. ശ്രീ അനിൽകുമാർ, അതായത് ഒന്ന് താങ്കൾ പറഞ്ഞത് ഈ ചേലക്കരയിലാണ് യഥാർത്ഥത്തിൽ UDFും LDFും നേർക്കുനേർ ഏറ്റുമുട്ടിയ രാഷ്ട്രീയ പോരാട്ടം ഉണ്ടായതെന്ന്. ചേലക്കര ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ്. 10-28 കൊല്ലമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാത്രം നിയമസഭയിൽ പ്രതിനിധീകരിക്കപ്പെട്ട മണ്ഡലമാണ്. UR പ്രദീപ് എന്ന വ്യക്തി, അദ്ദേഹം വ്യക്തി വൈശിഷ്ട്യമുള്ള ആളാണ്. ലാളിത്യം കൊണ്ടും ജനഹൃദയങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. K രാധാകൃഷ്ണനെ പോലെ ഒരാളുടെ സ്വാധീന വലയമുണ്ടായ മണ്ഡലമാണ്. അവിടെ പക്ഷേ നിങ്ങളുടെ ഭൂരിപക്ഷം 38,000-ൽ നിന്ന് 12,021 കുറഞ്ഞു. അതിനൊരു കാരണം വേണ്ടേ? രണ്ടാമത് കാര്യം, രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിലെ പാകപ്പിഴകളെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ പാലക്കാട് ഡോക്ടർ P സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എന്താണ് ഇടതുമുന്നണിയുടെ ന്യായീകരണം? മൂന്നാമത് താങ്കൾ പറഞ്ഞത് ഈ വോട്ടിന്റെ നേരിട്ടുള്ള ഫൈറ്റ് എന്ന് താങ്കൾ കാണുന്നത് ചേലക്കരയിലാണ്. പാലക്കാട് താങ്കൾ പറഞ്ഞത് BJP ജയിച്ചു പോകും എന്ന ഒരു പ്രചാരണം UDF വളരെ ശക്തമായി നടത്തി. അങ്ങനെ അവർക്ക് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു എന്നാണ്. BJP ജയിക്കാൻ പോകുന്നു എന്ന പ്രചാരണം സ്വാധീനിക്കാൻ പോകുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണല്ലോ. അപ്പോൾ ആ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ വോട്ട് എന്തുകൊണ്ട് ഇടതുമുന്നണിയുടെ പെട്ടിയിൽ വീണില്ല? അതെന്തുകൊണ്ട് UDFിലേക്ക് പോയി? അവിടെ നാം തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. രമ്യ ഹരിദാസ് മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ സഖാവ് രാധാകൃഷ്ണനേക്കാൾ 5000-ൽ താഴെ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പുറകിൽ നിന്ന ഒരാളാണ്. അപ്പോൾ K രാധാകൃഷ്ണനെ പോലെ ഒരു മഹാമേരുവിനോട് 5000-ൽ താഴെ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമുള്ള രമ്യ ഹരിദാസിന് UR പ്രദീപ് എന്ന് പറയുന്ന രാധാകൃഷ്ണൻ്റെ അത്രയും കഴിവില്ല എന്നവർ ആരോപിക്കുന്ന ഒരു പ്രദീപിനെ പരാജയപ്പെടുത്താനാകും. നിർബന്ധമില്ല. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടറുടെ പരിഗണനയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടറുടെ പരിഗണനയും രണ്ടും രണ്ടാണെന്ന് താങ്കളെപ്പോ ഒരാളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെയാണ് ഞങ്ങളുടെ എപ്പോഴത്തെ അഭിപ്രായം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കഥ കഴിഞ്ഞു എന്ന കെട്ടുകഥ അവസാനിച്ചു. ഇടതുപക്ഷത്തിൻ്റെ കഥ കഴിയുകയല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷത്തെയാണ് കേരളത്തിലെ ജനങ്ങൾ പരിഗണിക്കേണ്ടത്. അത് ചേലക്കരയിലെയും മതന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിലെ വോട്ടിനെ തല നോക്കൂ. ചേലക്കരയിലെ പ്രത്യേകത, എല്ലാ പഞ്ചായത്തിലും LDFനാണ് ലീഡ്, എല്ലാ റൗണ്ടിലും LDFനാണ് ലീഡ്. മതന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ആരെന്ത് കുത്തിത്തിരിപ്പ് നടത്തിയാലും, അത് SDP കുത്തിത്തിരിച്ചാലും അതുപോലെ അൻവർ കുത്തിത്തിരിച്ചാലും ആര് കുത്തിത്തിരിച്ചാലും ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായിട്ട് തുടരാൻ കാരണം മതവ്യത്യാസമില്ലാതെ, മതപരിഗണന ഇല്ലാതെ എല്ലാവരും മതനിരപേക്ഷമായി വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായി. അപ്പുറത്ത് എന്താ സംഭവിച്ചത്? അപ്പുറത്ത് BJP 2ാം സ്ഥാനത്ത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടായിരുന്നു. ആ യാഥാർത്ഥ്യത്തിൽ ഒരല്പം ഇളക്കം വന്ന ഇപ്പോഴാണ്, ഈ തെരഞ്ഞെടുപ്പിലാണ്. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും UDF മാത്രമല്ല. ഇപ്പം എന്തുകൊണ്ടാണ് SDP കൊടികെട്ടി ജാഥ വെച്ചത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് SDP പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ട് UDFന് ഉണ്ടായില്ല? ഇപ്പോഴും UDF പറയുന്നില്ല SDP സഹായം ഞങ്ങൾക്കില്ലെന്നല്ല. SDP അവരുടെ നോട്ടീസ് വെച്ചിടക്കി മുഴുവൻ വീടും കയറി ഇറങ്ങി, അവരുടേതായ ലഘുലേഖ ഇറക്കി. എന്നിട്ട് SDP എന്താ പ്രചരിപ്പിച്ചത്? മതന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ BJP ജയിക്കും. അപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നവർ വോട്ട് ചെയ്യണോ 3ാം സ്ഥാനത്ത് നിൽക്കുന്നവർ വോട്ട് ചെയ്യണോ എന്ന ചോദ്യം. ഈ ചോദ്യത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളിലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രതിസന്ധി ഉണ്ടാക്കി, സന്നിഗ്ധത ഉണ്ടാക്കി, അവരെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഈ വോട്ട് BJP UDF ശരി.